ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വോക്സ്വാഗൺ അമിയോണ് വണ്ടി. ഇതിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഒന്ന് ഓടിക്കണം. ഫസ്റ്റ് സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് തേർഡിലേക്ക് ഇട്ട് ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ബെൽറ്റ് നോയ്സ് പോലെ ഒരു കിരികിരിന്ന് സൗണ്ട്. അപ്പോൾ മിക്കവാറും ബെൽറ്റോ അല്ലെങ്കിൽ ടെൻഷനറോ അതല്ലെങ്കിൽ വാട്ടർ പമ്പിൻ്റെ പുള്ളി അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഇതിൻ്റെയൊക്കെ ബെയറിംഗ് ഒക്കെ പോകാനാണ് സാധ്യത. നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിലെത്തിയിട്ട് ചെക്ക് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ബെൽറ്റിലൊക്കെ അഴിച്ച് അതിൻ്റെ ടെൻഷനർ ഐലറൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കസ്റ്റമർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത് ഡ്രൈവ് ബെൽറ്റ്, അതുപോലെ ബെൽറ്റിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ടായിരുന്നു. ബെൽറ്റിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ടായിരുന്നു. ബെൽറ്റ് നോയ്സ് ഫസ്റ്റ് ഗിയറിലൊക്കെ സെക്കൻഡ് ഗിയർ ഇപ്പോൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഒന്ന് എടുക്കുമ്പോൾ അഥവാ എ സി ഒക്കെ ഇടുന്ന സമയത്ത് പോലെ അതുപോലെ ലോഡ് വരുമ്പോൾ മൊത്തത്തിൽ ചെറിയൊരു സൗണ്ടാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെൽറ്റ് ഒന്ന് സ്ലിപ്പാവുന്ന സൗണ്ട് ഉണ്ട്. ആ സൗണ്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു കണ്ടാ, ജസ്റ്റ് ബെൽറ്റ് ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൗണ്ട്. അപ്പോൾ ബെൽറ്റ് സ്ലിപ്പാകുന്നുണ്ട്, ബെൽറ്റ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഫ്രീ ആയി. അപ്പോൾ ഈ ടെൻഷനർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ടെൻഷനർ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. അപ്പോൾ ബെൽറ്റ് നമ്മൾ ജസ്റ്റ് ബെൽറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഫ്രീ ആയി, ഓൾറെഡി ഫ്രീ ആയിട്ട് വന്നിരിക്കാം. അപ്പോൾ ഈ ബെൽറ്റ് ഫ്രീ ആണ് കണ്ടാ, ടെൻഷനർ കാണുന്നുണ്ടാ. ഈ ടെൻഷൻ ബെൽറ്റ് ജസ്റ്റ് കൈ കൊണ്ട് വലിക്കുമ്പോൾ തന്നെ ടെൻഷനർ അങ്ങോട്ട് തള്ളിപ്പോയി, ബെൽറ്റ് മൊത്തം ഫ്രീ ആയി. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ബെൽറ്റ് കൈ കൊണ്ട് തന്നെ വെറുതെ അയച്ചെടുക്കാം കേട്ടാ. ടെൻഷനർ ലോഡ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ബെൽറ്റ് തന്നെ ഫ്രീ ആയിട്ട് അയച്ചെടുക്കുക. നമ്മൾ ഈ ബെൽറ്റിൻ്റെ ടെൻഷനറിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാ ടെൻഷനർ ഓൾറെഡി നമ്മളിപ്പോൾ ഈ ഒരു ലോഡിൽ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇട്ടിട്ടാണ് പിടിക്കുക. ടെൻഷനർ പിടിക്കാനുള്ള ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോൾട്ട് വന്ന് T50 ആണ്. T50 ഇതുപോലത്തെ ഫ്ലവറിൻ്റെ അല്ലെങ്കിയാണ് വരുന്നത് T50യുടെ. അപ്പോൾ അത് വെച്ചിട്ട് ടെൻഷറിൻ്റെ തൊട്ട് താഴെ അതിന് കറക്റ്റായുള്ള സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള റാച്ചിട്ടോ ടീറാഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ ലോഡ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കാണ് പിടിക്കേണ്ടത്. മെയിനായിട്ട് ബെൽറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ തള്ളിയിട്ട് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് ഇങ്ങനെ തള്ളി പിടിക്കാം. എന്നിട്ട് അത് കൈ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടതാണ്. ബെൽറ്റിൽ ജസ്റ്റ് കൈ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരണം. ഇത് അങ്ങോട്ട് തള്ളി പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇത് കൈ എടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഈ ടെൻഷനറിൻ്റെ സ്പ്രിങ് കംപ്ലയിൻ്റ് ഉണ്ട്. സ്പ്രിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ടെൻഷനർ അധികം ടെൻഷൻ കിട്ടുന്നില്ല, അതുപോലെ ഇങ്ങോട്ട് തള്ളി വരുന്നില്ല. ആ സമയത്താണ് ബെൽറ്റ് സ്ലിപ്പായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നത്. വണ്ടി ചെറിയ ലോഡ് വരുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഡൗൺ ചെയ്തിട്ടൊന്ന് റേസ് ചെയ്തെടുക്കുമ്പോഴൊക്കെയാണ് സൗണ്ട് വന്നത്. പിന്നെ ഇപ്പോൾ അയച്ചെടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ സമയത്ത് ടെൻഷനറിൻ്റെ ഫുള്ള് ടെൻഷൻ പോയിട്ടുണ്ട്. ബെൽറ്റ് അയച്ചിട്ട് ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല, ബെൽറ്റ് ഈ അടുത്ത് മാറിയതാണെന്ന് പറഞ്ഞാൽ കസ്റ്റമർ. പുതിയ ബെൽറ്റാണ് ഇതാ, ബെൽറ്റിന് നമ്പർ പോലും മാഞ്ഞിട്ടില്ല, പുതിയ ബെൽറ്റാണ്, ബെൽറ്റ് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടെൻഷനറും കൂടി അയച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ ടെൻഷനർ അയച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ഐഡർ ഉണ്ട്, ഐഡർ പുള്ളിയുണ്ട്. അത് അയച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷനറിൻ്റെ സെൻറ്ററിലത്തെ ബോൾട്ട് ഇങ്ങനെ അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഐഡർ പുള്ളി ഒന്ന് ആദ്യം അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടെൻഷനറിൻ്റെ തൊട്ട് താഴെയുള്ള ഐഡർ പുള്ളിയുണ്ട്, ഈ പുള്ളി അയച്ചെടുത്തില്ല. ഈ ഒരു ഇത്രയും ലെങ്ത്ത് ബോൾട്ടാണ് വരിക. അപ്പോൾ അത് അയച്ച് മാറ്റി വെച്ച് പിന്നെയുള്ളത് ടെൻഷനർ അയച്ചെടുക്കണം. ഓട്ടോ ടെൻഷനർ സ്പ്രിംഗ് ലോഡിലുള്ള. അപ്പോൾ അതിന് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോൾട്ട് 16ൻ്റെ ബോക്സ് വരുന്നുണ്ട്. 16ൻ്റെ ബോക്സും വരും, അതിൻ്റെ അകത്ത് മില്ലിങ്ങിൻ്റെ M12ൻ്റെ വരുന്നത്. അപ്പോൾ 16ൻ്റെ ബോക്സ് തന്നെ ഇട്ടിട്ട് അയക്കുക. അത് നോർമൽ ബോൾട്ട് തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അത് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുതിയ ടെൻഷനർ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ടെൻഷനർ വരുമ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ടാണ് വരിക. ഓൾറെഡി ലോക്ക് ചെയ്ത് നമ്മൾ കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ഇതിൽ ഈ T50 ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഇത് ഈ ലോക്ക് മാറ്റിയാൽ മതി. ഇല്ല പഴയത് കണ്ടോ, പഴയത് ഫുള്ള് സ്പ്രിംഗ് ലോഡൊക്കെ പോയിട്ട് ഇതുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ എന്തായാലും വണ്ടിയിലേക്ക് കയറ്റണം. പുതിയ സാധനം സെയിം സാധനം തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. സ്പ്രിംഗ് ലോഡൊക്കെ ഉള്ള കറക്റ്റ് സാധനം. ടെൻഷനർ പുതിയ ടെൻഷനർ നമ്മൾ ഈ ലോക്കിൻ്റെ ആ പൊസിഷൻ തന്നെ ലോക്ക് മാറ്റിയിട്ടില്ല. ലോക്ക് വെച്ചുകൊണ്ട് തന്നെ വണ്ടിയിൽ പിടിപ്പിക്കാൻ ശേഷം ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ ലോക്ക് തിരിച്ച് അയച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് കയറ്റാവാ. നമ്മൾ പുതിയ ടെൻഷനർ കയറ്റിയിട്ടുണ്ട്, പുതിയ ടെൻഷനർ ഇട്ട്. അപ്പോൾ ടെൻഷനറിൻ്റെ താഴെ ലോഡ് ചെയ്ത് പിടിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ ഒരു പിന്നുണ്ടല്ലോ, നേരത്തെ ലോക്ക് ചെയ്ത് വെച്ച് ടെൻഷനർ ലോക്ക് ചെയ്ത് വെച്ച പിന്നിട്ടിട്ടുണ്ട് കണ്ടാ. ടെൻഷനർ ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അഴിച്ചെടുത്തപ്പോൾ ഇപ്പം ബെൽറ്റ് കണ്ട, ബെൽറ്റ് ഫുള്ള് ഓക്കെ, ബെൽറ്റ് ടൈറ്റായി. ടെൻഷൻ കറക്റ്റായിട്ട് ടെൻഷൻ വന്നിട്ടുണ്ട്. നേരത്തെ പോലെ ഇതില്ല കണ്ടാ, ബെൽറ്റ് കറക്റ്റായിട്ടുള്ളത് തന്നെ ഉണ്ട്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. ഒന്ന് AC ഇട്ടെ
കുഴപ്പമില്ലാണ്ടാ. AC ഇട്ടിട്ടുണ്ട്. AC ഇപ്പോൾ ഓണാണ്. റെഡി ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. ആ വണ്ടി ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മുടെ ഡ്രൈവ് ബെൽറ്റിൻ്റെ ടെൻഷനർ മാറി, ഓട്ടോ ടെൻഷനർ മാറി. അപ്പോൾ ആ ടെൻഷനറിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നുണ്ടായിരുന്നു. ടെൻഷനർ ആ ടെൻഷൻ കിട്ടാതെ സ്പ്രിങ് സ്റ്റക്കായിട്ട് പോലെ സ്പ്രിങ്ങിന് അത് ലോഡില്ലാത്തതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് മാറിയപ്പോൾ ഓൾറെഡി സംഭവം ബെൽറ്റ് നോയ്സൊക്കെ പോയി. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് ഒന്ന് അപ്പ് ചെയ്യുമ്പോൾ സമയത്തൊക്കെ ലോഡ് വരുന്ന സമയത്ത് അങ്ങനെ കംപ്ലൈൻറ്റ് ഇല്ല. നേരത്തെ ഞാനത് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര സൗണ്ട് കറക്റ്റായിട്ട് വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ വർക്ക്ഷോപ്പിൽ നിന്നുള്ള ഇത് കാണിച്ചല്ലോ, വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബെൽറ്റ് സ്ലിപ്പാകുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതന്നെയായിരുന്നു കംപ്ലൈൻറ്റ്. അത് ഓട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഓക്കെയാണ്, ഇപ്പോൾ കേൾക്കാനൊന്നും ഇല്ല. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ആ ബെൽറ്റ് ഇപ്പോൾ ടെൻഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.